ഹലോ ഡോക്ടർ അബ്ദുസ്സലാം അമർ വിത്ത് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ ഒരു ആശയം, ഈ അടുത്ത് ഒരു സിനിമാ നടൻ പറയുകയുണ്ടായി. അദ്ദേഹം ഈ ഒരു വൃദ്ധസദനത്തിൽ കടന്ന കഥകളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഓമനിച്ച് വളർത്തിയ എൻ്റെ മക്കൾ പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ല, അതുപോലെ തന്നെ ഭാര്യ തിരിഞ്ഞു നോക്കിയില്ല എന്ന് ഒരു പരാതി പറയുന്നതായിട്ട് കേട്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു തിരക്ക് പിടിച്ച വളരെ ഓട്ടത്തിലായിരുന്ന ഒരു സിനിമാ നടനായിരുന്നു ആയ കാലത്ത്. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിലോട്ട് ആണ് ഈ വിഷയത്തിൽ റിഫ്ലക്ഷൻ വന്നത്. എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു റീസെൻ്റ്ലി 11 ദിവസം ജോർജിയയിലായിരുന്നു നമ്മുടെ മാസ്റ്റർ DP ഇമർഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ വൈകുന്നേരം നമുക്കൊരു ഫാമിലി കോളിംഗ് ടൈമിൽ മോനെ വിളിക്കുമ്പോൾ, ഹംദാൻ ചെറിയ മോൻ 6 വയസ്സായി. അപ്പോൾ ഓനിങ്ങനെ പറയും മിച്ചു പപ്പ മിച്ചു എന്ന് പറയും, അതായത് ഉപ്പ മിസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയും ഉപ്പ മോനെ വന്നിട്ട് 10 ദിവസം വീട്ടിൽ നിൽക്കാന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ബാക്കിൽ നിന്ന് ഇരുന്നിട്ട് പറഞ്ഞു, പിന്നെ ഉപ്പ വന്നാൽ എന്താ ഉറങ്ങല്ലേ, എപ്പോഴും ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ, അവൻ രാവിലെ മദ്രസയിൽ 6 മണിക്ക് പോകുമ്പോൾ ഒരു പക്ഷേ ഞാൻ എഴുന്നേൽക്കുന്നേ ഉണ്ടാവുള്ളൂ. അവൻ വൈകിട്ട് രാത്രി 8 മണി 9 മണിക്ക് ഉറങ്ങുമ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അവനുമായിട്ട് വീട്ടിലൊരാഴ്ച ഒരു മാസം നിന്നാൽ പോലും അവനുമായിട്ട് സംവദിക്കാൻ ഒരുപാട് സമയം കിട്ടാറില്ല എന്ന് അവൻ്റെ ഇതിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാനൊരു മാസ്റ്റർ DP ഇമർഷനിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ റെസൊല്യൂഷൻ എടുത്തിട്ട് വന്നത്, ഓക്കെ, കുട്ടിയുടെ കൂടെ പ്രൊഡക്റ്റീവായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭാഗ്യവശാൽ അവനാണെങ്കിൽ ഈ സുന്നത്ത് കല്യാണം കഴിച്ച് വീട്ടിൽ റെസ്റ്റില്ല. അപ്പോൾ വന്ന് 2 ദിവസം അവൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവനോട് ചോദിച്ചു, ഉപ്പ കുളിപ്പിച്ച് തരുമോ വെച്ച്. അങ്ങനെ ഞാൻ അവനെ കൊണ്ടുപോയി എണ്ണയൊക്കെ തേച്ച് മഞ്ഞളെണ്ണയൊക്കെ തേച്ച് മര്യാദയ്ക്ക് കുളിപ്പിച്ച്. അപ്പോൾ അവനെ ആ തണുത്ത വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ അവൻ ചാടി, ഓനെ മര്യാദയ്ക്ക് ഉരച്ച് കുളിപ്പിച്ച് ഇതാക്കി. അത് കഴിഞ്ഞ് ഡ്രസ്സ് ഇട്ട് തരുമെന്ന് വെച്ച് ഡ്രസ്സ് ഇട്ട് കൊടുത്ത്, ഭക്ഷണം വാരി തരുമെന്ന് വെച്ച് ഭക്ഷണം വാരി കൊടുത്ത്, രാത്രി ഒന്ന് ഉപ്പാൻ്റെ അടുത്ത് ഉറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവനെ താരാട്ട് പാടി ഉറക്കി കൊടുത്ത്, അങ്ങനെ പോവാം. പിന്നീട് ഒരു ദിവസം ഞാൻ വൈഫായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഉപ്പ കളിക്കട്ടെ. ഞാൻ പറഞ്ഞു, മോൻ പുറത്ത് പോയി കളിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അവന് പുതിയ പന്ത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു, പുതിയ ഫുട്ബോൾ. അപ്പോൾ ഫുട്ബോൾ കളിക്കട്ടെ എന്ന് വെച്ചാൽ പറഞ്ഞു, ഉപ്പ എൻ്റെ കൂടെ കളിക്കുമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്ത് പോയി അവൻ്റെ കൂടെ തട്ടിക്കളിച്ച്. അപ്പോൾ ഒരു കുട്ടിക്ക് ഇവൻ ഹംദാൻ ആയതുകൊണ്ട് അങ്ങനെ ഹാഷിമൊന്നും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല, ഫാത്തിമ എന്നോട് ചോദിച്ചിട്ടില്ല, ഇഷാം എന്നോട് ചോദിച്ചിട്ടില്ല. അങ്ങനെ ഇന്ന് രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ ഞാനിന്ന് ഒരു 10 മണി 11 മണിയാകുമ്പോൾ ഓഫീസിലേക്ക് ഇറങ്ങും. അപ്പം ഇന്നോന് റെസ്റ്റ് ആയതുകൊണ്ടും വീട്ടിൽ സ്കൂൾക്ക് പോയിട്ടില്ലാത്തത് കൊണ്ടും അവൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാനും പോരുണ്ടെന്നാണ്. അവൻ എൻ്റെ കൂടെ ഓഫീസിലേക്കും വന്നു. അപ്പം ഞങ്ങൾ കാറിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. പറഞ്ഞു വരുന്നത്, കുട്ടികൾക്ക് നമ്മളെ ഓട്ടത്തിനിടയിൽ നമ്മൾ ഭയങ്കര ബിസിനസ്സുകാരനോ സിനിമാ നടനോ അല്ലെങ്കിൽ വലിയ ആരൊക്കെ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് അവർക്ക് വീടും കാറും അതല്ലെങ്കിൽ പ്രൊവിഷനും നല്ല സ്കൂളും ഹോസ്റ്റലും വലിയ ജീൻസും പന്തും അങ്ങനെയുള്ള എന്താ പറയുക ക്ലബ്ബുകളൊക്കെ കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മളും കൊടുക്കുന്നുണ്ട്. പക്ഷെ മിസ്സിങ് പാർട്ട് ഈ ചെറിയ മോനെ എന്നോട് പറയുമ്പോഴും ചോദിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവും കുട്ടികളുടെ അച്ഛൻ നമ്മൾ എപ്പോഴാവുന്നത്. അതല്ലെങ്കിൽ ഒരു വയസ്സാവുന്ന കാലത്ത് കുട്ടികൾക്ക് നമുക്ക് സമയവും അതുപോലെ തന്നെ കെയറും തരണം. പൈസ അല്ല. ചെറുപ്പകാലത്തെ നമ്മൾ പൈസ കൊടുത്താൽ വലുതാവുമ്പോൾ അവർ പൈസ തരും. ചെറുപ്പകാലത്ത് നമ്മൾ അവർക്ക് സമയം കൊടുത്താൽ വലുതാവുമ്പോൾ അവർ നമുക്ക് സമയം തരും. ആ സമയം കിട്ടാത്തത് ആണല്ലോ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, എന്ത് എന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി, മക്കൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. ഇതുപോലെ തന്നെ ഭാര്യ തിരിഞ്ഞു നോക്കിയില്ലെന്ന് അദ്ദേഹം പരാതി പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ വീണ്ടും മാസ്റ്റർ DP ഇമർഷനിലേക്ക് വരികയാണ്. അതിൽ ഒരാൾ പറഞ്ഞത്, ആദ്യം പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയെ നന്നായിട്ട് നോക്കും എന്നുള്ള കൺസെപ്റ്റ്. നന്നായിട്ട് നോക്കും തന്നെ, ഓക്കെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, ഓക്കെ വണ്ടി മേടിച്ച് കൊടുത്തിട്ടുണ്ട്, ഓളെ കയ്യിൽ ATM കാർഡ് കൊടുത്തിട്ടുണ്ട്, അൺലിമിറ്റഡ് ക്യാഷ് കൊടുത്തിട്ടുണ്ട്, ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ടുണ്ട്, പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഭയങ്കര നോട്ടീസ് ചെയ്തു. സാറേ, ഞാനൊരു കാര്യം നോട്ട് ചെയ്തെന്തെന്ന് വെച്ച്, ഞാൻ ഒരു സമയത്തും ഇപ്പം കുട്ടികളും ഭാര്യയുമായിട്ട് ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ അവരുടെ കൂടെ ഞാൻ പോയിട്ടില്ല, അവളുടെ കൈ പിടിച്ച് ഞാൻ പോയിട്ടില്ല, അവൾക്ക് ഞാനായിട്ടൊരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് ഞാൻ കൊടുത്തിട്ടില്ല. അതല്ലെങ്കിൽ ഞാൻ അവരെ ബീച്ചിൽ അല്ലെങ്കിൽ പാർക്കിൽ ഇറക്കിയിട്ട് കുട്ടികളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് കാർഡും പൈസയും കൊടുക്കാന്നല്ലാതെ ഞാനായിട്ട് കുട്ടികളെ കളിപ്പിച്ചിട്ടില്ല. ഞാനായിട്ട് ഭാര്യയുടെ കൂടെ ബീച്ചിൽ നടന്നിട്ടില്ല, ബീച്ചിൽ ഇറക്കി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ മാസ്റ്റർ DP ഇമർഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് എൻ്റെ ജീവിതത്തിൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് പൈസയിലപ്പുറം സമയം കൊടുക്കും. ഷോപ്പിംഗ് മാളിൽ ഇറക്കല്ല, ഞാനും കൂടെ പോകും. സാധനം വാങ്ങല്ല, ഞാനും കൂടെ വാങ്ങും. ബീച്ചിൽ ഇറക്കി വിടല്ല, ഞാനും കൂടെ നടക്കും. പാർക്കിൽ ഇറക്കി വിടല്ല, ഞാനും കൂടെ കളിക്കും. ഓളെ ഭാര്യ വീട്ടിൽ കൊണ്ടേയാക്കല്ല, ഞാനും അവിടെ നിൽക്കും. അങ്ങനെ അവളുടെ കൂടെ സമയം ചെലവഴിക്കാൻ. അവിടെയാണ് ഭാര്യമാർ ഒരു പ്രായമായി കഴിഞ്ഞാൽ ചില ഭാര്യമാർ ഭർത്താക്കന്മാരെ നന്നായിട്ട് നോക്കും, ചില ആൾക്കാർ നോക്കൂല. ആരാ നോക്കാത്തതെന്ന് ചോദിച്ചാൽ, നമ്മൾ പണവും പ്രതാപവും കൊടുത്തവർ നമുക്കൊരു വിഷയം നമ്മൾ കിടന്നാൽ ഒരു വിഷയം നമ്മൾ തിരിഞ്ഞു പോയിക്കൊള്ളുന്നില്ല. പക്ഷെ അതേസമയം നമ്മൾ സമയവും സ്നേഹവും കൊടുത്തവരാണെങ്കിൽ നമ്മൾ ഏത് സുഖമില്ലാതായാലും ഏത് വയസ്സായാലും നമ്മളൊരു വൃദ്ധസദനത്തിൽ കൊണ്ടുവിടില്ല.
അപ്പം ബേസിക്കലി നമുക്ക് നല്ല ആരോഗ്യവും നല്ല പവറും നല്ല പൈസയും നല്ല ഫെയിമും ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു ഘടകമാണ്. നമ്മൾ വിചാരിക്കും പണം കൊടുത്ത് ഫെസിലിറ്റി കൊടുത്താൽ ഒക്കെ ശരിയാവുമെന്ന്. അല്ല, യു നീഡ് ടു ഗിവ് ടൈം. അത് കുട്ടികളാവട്ടെ ഭാര്യയാവട്ടെ, അത് കൊടുക്കാത്തവരാണ് വയസ്സാകുമ്പോൾ പിന്നെ പരാതി പറയേണ്ടി വരുന്നത്. കുട്ടികളും ഭാര്യയും എന്നെ നോക്കിയില്ല, പൊന്നുപോലെ നോക്കിയ മക്കൾ എന്നാ പറഞ്ഞത്. പൊന്നുപോലെ പൈസ കൊടുത്തിട്ടുണ്ട്, പൊന്നുപോലെ സമയം കൊടുക്കണം, അപ്പോഴേ നോക്കുള്ളൂ എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം. മറ്റൊരു ആശയമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.